എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. തുടങ്ങടോ. തുടങ്ങിയ മറ്റേ ഇതില് പോവില്ല. ഏതില്? കട്ടിങ്ങിൽ പോകും. കട്ടിങ് ഒന്നും ചെയ്യരുത്. എല്ലാം ഇൻട്രോന്ന് കട്ടിങ് അല്ലല്ലോ. ഒക്കെ തുടങ്ങിക്കോ. എല്ലാം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? തുടങ്ങ്. അത് തുടങ്ങി. ആണോ? നമ്മുടെ കഥ എന്താ? ഇന്നത്തെ കഥ തന്റെ കഥ. ഈ കോലിന്റെ കഥ. കോൽക്കഥ. കോല് കിട്ടിയ കഥ. എങ്ങനെ കോല് കിട്ടി എന്നാണോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഓക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ നരല് കോലുത്തിച്ചിട്ട് പറയില്ലേ? അത് വേണ്ട. അതേ പറയാ. പാളിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരാനുള്ള കാരണം അല്ലെ? അതെ, ഞങ്ങൾ വീഡിയോ ഗ്യാപ്പ് വരുന്നു, എന്താ ചെയ്യാത്തതെന്ന് കുറെ പേര് ഇങ്ങനെ അല്ല ചുമ്മാ കാണിച്ചതാ പറഞ്ഞു. ചോദിക്കേ. അപ്പൊ അങ്ങനെ കുറെ പേര് ചോദിച്ചു. അതിനുള്ള ഉത്തരമായിട്ടാണ് ഞങ്ങൾ പിന്നെ പറയാന്ന് പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ പറയാണ് ഞങ്ങള് വീഡിയോ ഇടാൻ ഡിലേ ആയ കാര്യം. യെസ്. എന്താണ്? ഞങ്ങളുടെ റിയൽ ലൈഫ് ഇൻസിഡൻസിലെ അടുത്ത കൂടുതൽ മുഴിപ്പിക്കാതെ പെട്ടെന്ന് ചാപ്റ്റർ 8. എന്ത് ചാപ്റ്റർ 8 അല്ല, മലയാളം ചാപ്റ്റർ മലയാളം അധ്യായം. മലയാളം പോലും അറിയാൻ അധ്യായം. അടുത്ത അധ്യായത്തിലേക്ക് കിടക്കുക. ഈ സംഭവം കാല് വെക്കണം. വേണ്ട. ഇത് കാലുളുക്കിയ കഥ. കാല് ഫ്രാക്ചർ. ഉളുക്കിയതൊന്നും പറയല്ലേ. ഉളുക്കിയിട്ട് ഇത്ര നാളെ നമ്മൾ വീഡിയോ ചെയ്യാതിരുന്ന അവരെന്താന്ന് വിചാരിക്കും. ഫ്രാക്ചർ. കാലൊടിഞ്ഞ കഥ. കാലൊടിഞ്ഞ കഥ. അപ്പോൾ പറയൂ സുഹൃത്തെ. സുഹൃത്തെ എന്താ പറയാ? ഉള്ളത് പാളിച്ചേടല്ലോ. കാല് ഒടിയാനുണ്ടായ കാരണമാണോ പറയണ്ടത്? കാരണം കാലൊടിഞ്ഞു. അതില് മറ്റുള്ളവർക്ക് എന്ത് പാഠം കൊടുക്കാന്ന് കൂടി പറയണം. മറ്റുള്ളവർക്ക് എന്തൊരു പാഠം കൊടുക്കണം? നോക്കി കണ്ട് നടക്കാത്തുള്ളൂ. അതല്ല, അതാണ് നമ്മുടെ ഈ വീഡിയോ കഥ കൊണ്ടുള്ള ലക്ഷ്യമല്ലേ? അതെ, നമ്മൾ കഥ കൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഉപദേശം അതാണ്. പിന്നെ നമ്മുടെ കഥകളിൽ മാക്സിമം ഉപദേശം കൊടുക്കുന്നത് എന്താ? ഇതൊക്കെ നിങ്ങൾക്കും വരാം, സംഭവിക്കുക, ഇതിലൊന്നും തള്ളരുത് രാമൻകുട്ടി എന്നാണ്. അല്ലെ? അമ്മൻകുട്ടി എന്നല്ല, നാരായണൻകുട്ടി. കൃഷ്ണൻകുട്ടി അല്ല, തങ്കപ്പൻകുട്ടി. ഓ, അത് വിട്, ടോപ്പിക് വിട്. ഓക്കെ. അപ്പൊ ഈ കാലൊടിഞ്ഞ കഥ. ഓക്കെ, പറയൂ എങ്ങനെയാണെന്ന്. ഇത് വലിയ സംഭവം കാണണ്ടോ? കൈ വരയ്ക്കുന്നതാണ് എന്റെ കാല് വരയ്ക്കുന്നത്. സൂക്ഷിച്ചു പൊട്ടരുത്. കാലൊടിഞ്ഞ കഥ എന്ന് പറയുമ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ പറയണം. വെളുപ്പിന് അതിരാവിലെ ഏകദേശം ഒരു മൊത്തം ഇരുട്ട്. ഏകദേശം സമയം ഒരു 5:15 5:30 അടുത്ത സമയം. മഴ, ഇളം കൂരിരുട്ട്. ഇളം മഴയുണ്ടോ? ചാറ്റൽ മഴ. ഒരു മഴയില്ലായിരുന്നു. തലേദിവസത്തിന്റെ രാത്രി നല്ല മഴ പെയ്തെടുക്കണ്ടേ. പക്ഷെ നനവൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ സാധാരണ 5:30 ഇറങ്ങുന്നതാണ്. അന്നൊരു 5:35 40 ആയി. ഓക്കെ. അപ്പൊ ഞാൻ ആ ഒരു തിരക്കില് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി അത് ഫുഡും നല്ല വിശപ്പുണ്ട് രാവിലെ. എങ്ങൊന്നും ഇല്ലാത്ത വിശപ്പ്. സാധാരണ വിശപ്പുണ്ടാവാറില്ല. ഞാൻ അവിടെ ഇരുന്ന് ഒരു ആപ്പിള് എടുത്ത് പെട്ടെന്ന് ലേറ്റ് ആയല്ലോ. ആ ഒരു ധൃതിയില് പെട്ടെന്ന് എടുത്ത് ആപ്പിളും കടിച്ച് നമ്മുടെ വീടിന്റെ ഇവിടുത്തെ സ്റ്റെപ്പ് സ്പീഡിൽ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. ഈ സ്റ്റെപ്പ് അല്ല, വേറെ സ്റ്റെപ്പ് ഉണ്ട്. വീടിന്റെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ. സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഓടിച്ചാടി പെട്ടെന്ന് സമയം കഴിഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് അപ്പൊ ആപ്പിളും തിന്നാനുള്ള വിശപ്പും. അപ്പൊ അതും കടിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോ താഴെ കിടക്കുക. ആപ്പിളൊക്കെ എവിടെയോ ഇങ്ങനെയാണോ കിടക്കണത്? ഇങ്ങനെയാണ്. അങ്ങനെയല്ല, ഞാൻ കാല് മടങ്ങിയിട്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സിൽ തന്നെ ഞാൻ അതിലേക്ക് തന്നെ അങ്ങ് ഇരുന്നു. വീണിട്ടില്ല. ഫുള്ള് ഇങ്ങനെ മുമ്പോട്ട് വീഴുവല്ല ചെയ്തത്. കാല് മടങ്ങിയപ്പോ ആ ഒരു ഫോഴ്സിൽ തന്നെ അതിലേക്ക്. ആപ്പിളും കടിച്ച് നേരെയാണ് നടന്നത്. പുറകോട്ട് നടന്ന് ഇറങ്ങില്ലല്ലോ ആരും. എടാ, പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള സ്ഥലമല്ല. അപ്പൊ നമ്മളിപ്പോ താഴത്തേക്ക് നോക്കി നടക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കറിയാലോ ഇതൊക്കെ സ്റ്റെപ്പ് എന്നുള്ളത്. സ്ഥിരം പോകുന്ന സംഭവമല്ലേ. അപ്പൊ അന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ശരിക്കും വരാനിരുന്നതായിരിക്കാം. അന്ന് ചിലപ്പോ എന്തെങ്കിലും വന്നിട്ട് മാറിപ്പോയതായിരിക്കും. തള്ളിട്ടോ? ആര് പുറകിലാരും ഇല്ലായിരുന്നു. പക്ഷെ വരെ പ്രേതാണെങ്കിലോ? രാവിലെ 5:30 പ്രേതം വരും. അങ്ങനെ പ്രേതത്തിന് ഇപ്പൊ ചിലപ്പോ കൂടെ പോണ്ടോ? അങ്ങനെയൊക്കെ പോണ്ടോ? പ്രേതത്തിന് അങ്ങനെ സമയമൊന്നുമില്ല. പിന്നെ എന്നാ ചിലപ്പോ തട്ടിയതായിരിക്കും. അങ്ങനെ സംഭവിച്ചത് അതാണ്. അപ്പൊ അതും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡ്യൂട്ടി കളയണ്ടല്ലോ. ഞാൻ അതും വെച്ചിട്ട് ഒരു ഊബറും വിളിച്ച്. പക്ഷെ അന്നേരം എനിക്ക് വലിയ ചെറിയ പെയിൻ ഉണ്ട്. പക്ഷെ എനിക്ക് കാലിലത്തെ സ്വെല്ലിങ് കയറിയേക്കുന്ന എനിക്ക് അറിയാൻ പറ്റില്ല. അതിന് ഷൂ ഇട്ടിട്ടുണ്ട്, യൂണിഫോം ഉണ്ടോ. എനിക്ക് അറിയാൻ പാടില്ല സംഭവം എന്നാ നടന്നതെന്ന്. പെയിൻ മാത്രമുണ്ട്. ചെറിയ പെയിനും വെച്ച് ഞാൻ എന്ത് ചെയ്തു? ആ പെയിനും വെച്ച് ഞാൻ പയ്യെ കുറച്ച് നടന്ന് ഇവിടുന്ന് എവിടം വരെ വേണം? നമ്മുടെ റോഡിന്റെ അവിടം വരെ. ഞാൻ വിചാരിച്ചു നടക്കണ്ട പ്ലീസ്. അപ്പൊ നടക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ റോഡ്
റോഡ് അപ്പൊ അതെവിടം വരെ ജസ്റ്റ് ആ റോഡ് ഇപ്പൊ കണ്ടില്ലേ അതോടെ. അത് അങ്ങനെ നടക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു ഊബറും വിളിച്ച് ഡ്യൂട്ടിക്ക് പോയി. പക്ഷെ സാധാരണ നോർമലി നടന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെന്നു. അവിടെ ചെന്നപ്പോ എനിക്ക് എന്തോ പന്തികേട്, കാല് ഭയങ്കര വേദന നല്ലപോലെ അങ്ങ് കൂടി. ഞാൻ എന്ത് ചെയ്തു, നേരെ ഷൂ പയ്യൊന്ന് ഊരി അവിടെ ഡ്യൂട്ടി ചെന്ന് കഴിഞ്ഞപ്പോ ഷൂ പയ്യ ഞാൻ നോക്കിയപ്പോഴത്തേനും നമ്മുടെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിളിന്റെ അവിടെ നല്ലപോലെ സ്വെല്ലിങ് ആയി. നീര് മന്തല്ല, മന്ത് വേറെ, മന്ത് പോലെ ആയതോ ഉദ്ദേശിച്ചത്. മന്ത് പോലെയല്ല, മന്തല്ല, നീര് പോലെയായി. അപ്പൊ അങ്ങനെ നീര് വെച്ച് പിന്നെ എനിക്ക് ഒരടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ എന്ത് ചെയ്തു, അവിടെ ഉള്ളവര് പിന്നെ നോക്കി ഐസൊക്കെ വെച്ച് പിന്നെ നേരെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇടിയിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു. ഫ്രാക്ചറാണ് സംഭവം, ഫ്രാക്ചർ ആയിരുന്നു. പിന്നെ അവരെനിക്ക് പിന്നെ നമുക്ക് ഇവിടുത്തെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും അറിയാം. ഓൾമോസ്റ്റ് എന്താ പറയാ, പുറത്തുനിന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രിയിലൊന്നും അത് ഇഷ്യൂ ഇല്ല, ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതിനോ ഡോക്ടറെ കാണുന്നതിനോ ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ് സംഭവം. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ അവിടെ ഉണ്ടതിന്റെ പേരിൽ ഞാൻ ജസ്റ്റ് അവിടെ ചെന്നപ്പോ പെട്ടെന്ന് ഇടി ചെന്ന് അങ്ങനെ അവിടെ എക്സ്റേ എടുത്ത് കുറച്ച് ഡിലേ ആയി കാണാനും, എന്നാലും കാണാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സ്പെഷ്യലിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഒരു എത്ര ദിവസം എടുത്തു, ഒരു 4-5 ഡേയ്സ് എടുത്തു. 5 ഡേയ്സ് ഓർത്തോ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഓർത്തോ ഇല്ലേ, 3, 4, 5 ഓർത്തോ ഡോക്ടർമാരൊക്കെ ഓക്കെ. നമുക്ക് ചൂസ് ചെയ്യാം, അവിടെ തിരക്കാണോ എന്നാ അടുത്ത ഡോക്ടർക്ക് വിടാം, അടുത്ത ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റൽസ് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്കിതല്ല, ഈ കാലുളുക്കിയെടുത്താനും നടക്കാൻ പറ്റാണ്ട് ഊബർ വിളിച്ചു പോയല്ലോ, അതാണ് ആത്മാർത്ഥത. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചേക്കാട്ട് കൂടുതൽ ആത്മാർത്ഥത. അത് കുറച്ച് ആത്മാർത്ഥത, ഞങ്ങളൊക്കെ ആത്മാർത്ഥത കുറച്ച് നിറകൂടല്ല, എന്തെങ്കിലും കൂടം ആണ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യലിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പിന്നെ അത് വേറൊരു ക്ലിനിക്കിലേക്കാണ് കിട്ടിയത്. അവർ റെഫർ ചെയ്ത് അവിടെ പോയി പിള്ളേരെ കണ്ട് എക്സ്റേ എടുത്തു. അപ്പൊ അവര് പറഞ്ഞു 6 വീക്സ്. ഓക്കെ, ഫസ്റ്റ് ആ 6 വീക്ക് ആണ് ഇന്ന് കഴിഞ്ഞത്. ആ 6 വീക്സ് ഇന്ന് കഴിഞ്ഞു. അപ്പൊ ഇന്ന് അടുത്ത അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഓക്കെ, ഇന്ന് കുഴപ്പമില്ല. ഓക്കെ, ഇന്ന് അത് കഴിഞ്ഞ് അവിടെ പോയി ഇന്നിപ്പോ ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തു. അപ്പൊ അവര് പറഞ്ഞു പയ്യെ കാലൊന്ന് കുത്തി നോക്ക്, പയ്യെ കുറച്ച് സ്റ്റെപ്പ്, ഇത്രയും ദിവസം കാല് കുത്തരുതെന്നായിരുന്നു പറഞ്ഞു. അപ്പൊ പയ്യെ കാല് കുത്തി സ്റ്റെപ്പ് വെച്ച് നോക്കി ഒരു 6 വീക്സും കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. മൊത്തം ഇപ്പൊ എത്രയായി, ഒരു വീഴ്ചയിൽ 3 മാസം വീട്ടിൽ. 3 മാസം. അത് കഴിഞ്ഞ് ഇനി അവരെന്താ പറയുന്നത്, അത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ അടുത്തത്, അത് കഴിഞ്ഞ് മാറിയില്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്രയും കാലം ജോലി ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. അതെന്താണ്, ACC എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ ഇവിടെ ഇവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് നമുക്ക് ക്ലെയിം, അതായത് നമുക്കൊരു ഓൾറെഡി നമ്മളെ സാലറിയിൽ നിന്ന് പിടിക്കുന്നതാണ് ഇതെല്ലാം, ഫണ്ടെല്ലാം ഇവർ ഈ പിടിച്ചെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവരത് ക്ലെയിം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടും. ഒരു ഔട്ട്സൈഡ് ഇഞ്ചുറി ആണെങ്കിൽ എനിക്ക് അതിന്റെ കറക്റ്റ് ഇതെന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് 80 കിട്ടും. ബാക്കി കിട്ടും ഏകദേശം 80% കിട്ടും. ടാക്സ് ഇല്ലാണ്ട്. പിന്നെ സിക്ക് ലീവ് കിടക്കുന്നുണ്ടെങ്കിൽ ഇല്ലല്ല, പിന്നെ എല്ലാം കൂടെ കഴിച്ചിട്ടാണ് കിട്ടുന്നത്. ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് കിട്ടുന്നത്. പിന്നെ സിക്ക് ലീവ് ഉണ്ടെങ്കിൽ സിക്ക് ലീവിൽ നിന്ന് ബാക്കി പേയ്മെന്റ് കയറും. ഏകദേശം ഒരു ഫുൾ പേയ്മെന്റ് കിട്ടും നമുക്ക്. എത്ര നാളത്തേക്ക് കിട്ടുന്ന അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ്. എടുക്കുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെ ആയിരിക്കണം ഇവിടെ. അല്ല, മറ്റേ നമ്മുടെ ഫ്രണ്ടിന് പറ്റിയപ്പോഴും കിട്ടിയിരുന്നു. പുള്ളി ഒരു 6 മാസമോ എനിക്ക് 1 ഇയറിന് മേളിലൊക്കെ കിട്ടുന്നവരുണ്ട്, മേടിച്ച് ഇത് എടുക്കുന്നത്. അത്യാവശ്യം ഉഡായിപ്പിലും കിട്ടുന്നവരുണ്ട്. ചില കേസില്ല. ഇപ്പൊ ഞാൻ പെയിനാന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടേഴ്സിന് നീട്ടി കൊടുക്കും. ഞാനിന്ന് ചെന്നപ്പോ എനിക്ക് എന്ന് കയറാൻ പറ്റൂന്ന ഞാൻ പുള്ളിക്കാരൻ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, നീ ഇപ്പൊ കയറാൻ പറ്റില്ല, നിനക്ക് എന്തായാലും അവർ തന്നെ ഇങ്ങോട്ട് പറയത്. നമ്മള് അല്ലെങ്കിൽ അവർ പറയും നിങ്ങൾ കയറിക്കോ, വലിയ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കയറിക്കോളാൻ പറയും. പക്ഷെ ഇതിപ്പോ നമ്മൾ ചോദിക്കണോ അവർ ഇങ്ങോട്ട് പറഞ്ഞു. അതായത് ഇപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഷൂ ഇടാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഷൂ ഇട്ട് കയറണ ഇപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ പറ്റത്തില്ല, പയ്യെ ട്രൈ ചെയ്ത് നോക്കി നോർമൽ ഷൂസിലേക്ക് മാറണമെങ്കിൽ ഇനിയിപ്പോ 6 ആഴ്ച ഈ ബൂട്ടിൽ ഇട്ടിട്ട് പയ്യെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഈ ഇത് ഉപയോഗിച്ച് നടക്കണം. പയ്യെ നടന്ന് ക്ലിയർ ആവാൻ പറഞ്ഞു, സ്റ്റെപ്പ് വെച്ച് അതിനുശേഷം പിന്നെ പറയാന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മൾ കുറച്ച് വീഡിയോ ഡിലേ ആവേണ്ട, കുറച്ച് സീരിയസ് ആയി പോയോ. ഇത് സീരിയസ് കഥയല്ലല്ലോ, നടന്ന സംഭവം. കഥയല്ല, നമ്മളിരിക്കണ്ടല്ലോ ചിരിച്ചു. നമ്മളല്ല നീ ഇരിക്കുന്നത്, കണ്ണാടി വെച്ചിരിക്കുന്നത് രാത്രിയിലും പാതിരാത്രിയിലും എപ്പോഴും. ഇപ്പൊ വെളിച്ചല്ലേ,
കണ്ണിന് എന്റെ കണ്ണ് ചൊറിച്ചലാ, എന്താ അറിയില്ല, കണ്ണിൽ കടി, ആരോ കടിക്കുന്നു കണ്ടില് കണ്ടില് തമാശയില് സീരിയസ്നെസ് പോയില്. ഇതിലൊക്കെ ടൂറിന്റെ വരും. കഴിഞ്ഞ വീഡിയോയിൽ എത്ര സ്ഥലത്ത് ടൂ ഇട്ടു? ഇതിലിപ്പോ ടൂ ഇതിടേ വേണ്ടല്ലേ? കഴിഞ്ഞ പക്ഷെ ഒരു സ്ഥലത്തിടേണ്ട ആവശ്യമുള്ളൂ. തെറി പോലെ പറഞ്ഞ ഒരു ആവശ്യമുള്ളൂ. അപ്പൊ എങ്ങനെയാ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ കുറച്ച് ഡിലേ ആയതിന്റെ കഥ പറഞ്ഞ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവങ്ങൾ. നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾ പറയാം. എങ്ങനെയാണ് ACCയുടെ സംഭവങ്ങളും ഡോക്ടറിന്റെ കാര്യങ്ങളും ഡോക്ടർ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്റെ കാര്യം മറ്റും നിന്റെ എന്ത് ഞാൻ പറയത്തൊന്നുമില്ല. പിന്നെ ഇങ്ങനെ എന്താ പറയുക, വ്ളോഗിങ് ഇഷ്ടമല്ല. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു വ്ളോഗിങ് ചെയ്യും ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചതൊക്കെ. എന്തായാലും ഞാൻ വെറുതെ ഇരിക്കാം. ഇനി നാളെ നമ്മൾ അമ്മച്ചിയുടെ തോട് നീ ഫസ്റ്റ് കാണിക്കും. തോട്ടിൽ അല്ല ഇന്ന് തോട് കാണിക്കാൻ പോകും. ഇന്ന് തോട് കാണിക്ക്. നമ്മുടെ ബഡ്ജറ്റ് ചുറ്റിയിട്ട് വരിക. നിങ്ങളെ ഞാൻ പുതിയ ചാനൽ തുടങ്ങണമെന്ന് ആലോചിക്കും. ചാനൽ തുടങ്ങിയിട്ട് ഇടാല്ലേ? റീലിടണോ? ഇതിലിടൊന്നും വേണ്ട. പുതിയ ചാനൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ചാനൽ ഇടാം. അതെ, അപ്പൊ ഇങ്ങേരുണ്ടാവും. പക്ഷെ ഇങ്ങേർക്ക് നടക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാവില്ല. അതെ, പിന്നീട് ഞാൻ ഉണ്ടാവും. ഇത് നമ്മൾ പക്ഷെ കണ്ടിന്യൂസ്ലി ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഈ ചാനൽ. നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽ ബ്യൂട്ടി കാണണമെങ്കിൽ വേറെ ചാനൽ ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും. ഇത് ഞങ്ങളുടെ സിമ്പിൾ കഥ. നമുക്ക് ഓടനെ വെടി വെച്ചിട്ടാൽ നീ ഓട്. അതെ പറഞ്ഞു. ഇങ്ങനെ പിടിക്കണ്ടേ? ഇങ്ങനെ എടാ ഇങ്ങനെ ഇങ്ങനെ പിടിക്കടാ. ഇങ്ങനെയാണ് നോക്കാനുള്ള. ഇങ്ങനെയാണോ തോക്ക്? തോക്ക് ഇങ്ങനെയാണോ? അതല്ലേ ഇങ്ങനെ തന്നെയല്ലേ ഞാനും പിടിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡിഗോ. മോളിലേക്കാണ് വെടി വയ്ക്കുന്നത്. അല്ല, ഞാൻ ഓടാൻ വേണ്ടി. ഓക്കെ, റെഡി 1 3 2 1 ഓടിക്കോ. ഓ എന്തോട്ടാടാ അത്.